അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ഈ ഒരു വിഷയം പറയുന്നത് വളരെ വേദനാജനകമായ, വളരെ സങ്കടപ്പെടുത്തുന്ന ഒന്ന്. നമ്മളറിയാം, ഇപ്പം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു പോയ സിനിമാ നടനും മിമിക്രി താരവും ഒക്കെയായ നവാസ്. അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ, ഖബർ അള്ളാഹു താല സ്വർഗ്ഗ പൂങ്കാവനമാക്കി കൊടുക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കണം, അല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ ജനാസ മറവ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്നുകൊണ്ട് ആൾക്കാരൊക്കെയും അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു ഇങ്ങനെ പറയുന്നുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കും. അപ്പോൾ ആടിങ്ങനെ മണ്ണൊക്കെ ഇടുന്ന സമയത്ത് പറയാറുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു. അതിങ്ങനെ നമ്മൾ ചൊല്ലിക്കൊടുക്കാറുണ്ട്. എന്തിനാണ്? പടച്ചോനെ പുറത്തു കൊടുക്കണേ, ഖബറിൽ ചോദ്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേ. നമ്മളിങ്ങനെ പറയും. അതൊരു മുസൽമാൻ്റെ കടമയാണ്. അത് മുസ്ലിമാൻ ചെയ്യും. അത് ആ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തായിരുന്നു എന്ന് നോക്കിയിട്ടല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചങ്ങാതി ആ ഒരു രംഗം അതിങ്ങനെ വീഡിയോ എല്ലാവരും എടുത്ത് ഇങ്ങനെ വിടുകയല്ലേ, ആ സമയത്ത് അടിയിൽ വന്നിട്ടൊരു കമൻറ്റ് കൊടുക്കുകയാണ്. സിനിമ കാണൽ വരെ ഹറാമാണെന്ന് പഠിപ്പിക്കുന്നുമുണ്ട്, നടന്മാർ മരണപ്പെട്ടാൽ അവർക്ക് പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കണമെന്നൊരപേക്ഷ. എത്രത്തോളം നീചമാണ് ഈ മനുഷ്യൻ്റെയൊക്കെ മനസ്സെന്ന് നോക്കിയാൽ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൽ തന്നെ പറയുന്നുണ്ട്, ഒന്നൊഴികെ ബാക്കിയൊക്കെ പുറത്തു കൊടുക്കുന്നതാണ്. ഏതാണ്? ഷിർക്ക് ഒഴികെ. ഷിർക്ക് പൊറുക്കപ്പെടില്ല. ഷിർക്കല്ലാത്ത ഏത് വൻ പാപങ്ങളും അല്ലാഹു തആല പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാപമോചനം തേടിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കും. അതേത് തെറ്റൊന്നുമില്ല. ഷിർക്കല്ലാത്ത ഏതും പുറത്തു കൊടുക്കും. അപ്പൊ ഈ പറയുന്ന മനുഷ്യന്മാർ ഹറാമായ എന്തെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ഹറാമായ പല പ്രവൃത്തിയും ചെയ്യുന്ന ആൾക്കാരും മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന് പുറത്തു കൊടുക്കാനും പ്രാർത്ഥിക്കാനും പാടില്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താണ്? ആ മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തു പോയ തെറ്റുകൾ പടച്ചോനെ പുറത്തു കൊടുക്കണമെന്ന് തന്നെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പൊ ജീവിതത്തിൽ കള്ളു കുടിച്ച് നടക്കണ മനുഷ്യനാണ്, അയാൾ മരിച്ചു പോയാൽ പുറത്തു കൊടുക്കാൻ പ്രാർത്ഥിക്കാതെ വിടുക വേണ്ടത്? എല്ലാവരും നന്നാവണം, രക്ഷപ്പെടണമെന്നല്ലേ ആഗ്രഹിക്കേണ്ടത്. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഒരാൾ മരിച്ചിട്ട് അതിൻ്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അതിങ്ങനെ ലൈവായിട്ടൊക്കെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ താഴെ പോയിട്ടും ഇതുപോലെ കുണച്ചുന്ന അല്ലെങ്കിൽ കുണക്കുന്ന വർത്തമാനങ്ങൾ പറയുക. എത്ര നീചമാണ്! ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. വളരെ സങ്കടം തോന്നിപ്പോയി. നമ്മളൊക്കെ മൊബൈൽ നോക്കുമ്പോൾ നവാസിൻ്റെ വീഡിയോ ആണ് വരുന്നത്. ആ മയ്യത്ത് മറവീന്നതും അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് കുടുംബക്കാരവിടെ നിന്നിട്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരനൊക്കെ അവിടെ ഉണ്ട്, അവരൊക്കെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കുകയാണ്. അതിൽ ഒരു മനുഷ്യൻ മരിച്ചാൽ അത് നമുക്ക് പാഠമാണ്. നമ്മൾ മരിക്കുമല്ലോ എന്നുള്ളത്. എൻ്റെ മരണവും ഇതുപോലെ സംഭവിക്കും. എന്നെയും ഇതുപോലെ 6 അടി മണ്ണിൽ വെക്കുമ്പോൾ ഇതുപോലെ ആൾക്കാർ ചുറ്റിലും നിന്നിട്ട് അവരും പറയണം അല്ലാഹുമ്മ ഗഫിർ ലഹു. അത് കിട്ടണമെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടിക്കലാക്കണം. തെറ്റ് ചെയ്യാത്തവരാരാളുള്ളത്? ആ മനുഷ്യന്മാർക്ക് തെറ്റ് ചെയ്യുന്ന ഞാനായാലും മറ്റുള്ളവരായാലും അള്ളാഹു പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹിൻ്റെ അരികിലേക്കാണ്. അപ്പം അതൊന്ന് പുറത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഖബറിൻ്റെ ഒക്കെ അവസ്ഥ വളരെ ഭയാനകമാണ്. അവിടേക്ക് ഒരു തണലാവാൻ, രക്ഷപ്പെടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കൊണ്ടേ എല്ലാം. പ്രാർത്ഥനയാണല്ലോ ആയുധം. അത് ചെയ്യുന്നതിനെ പോലും വേറൊരു അപ്പോഴത്തേനും ഇറങ്ങാൻ, ആ സ്പോട്ടിൽ വന്നിട്ട് വേറെ ലെവലിൽ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. അല്ല, ചില ആൾക്കാർ ആ മയ്യത്ത് കാണാൻ വേണ്ടി വന്ന പല സിനിമാ നടന്മാരുണ്ട്. പലരും ഇതേത് സ്ഥലമെന്നോ എന്താ സന്ദർഭം നോക്കില്ല, അവിടെയും പോയിട്ട് സെൽഫിയാണ്. ഒരു സ്ഥലത്തെ ബഹുമാനിക്കാനും അതിനെ ആദരിക്കാനും അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകളും ഒക്കെ ഉണ്ട്. അത് പാലിക്കാത്ത കുറേ ആൾക്കാർ.
ഇതുപോലെ വന്ന് കുണച്ചുന്ന കുറേ ആൾക്കാർ. അള്ളാഹു നമുക്കൊക്കെ പുറത്തരട്ടെ, എല്ലാവർക്കും പുറത്തരട്ടെ. ആ മനുഷ്യന് അള്ളാഹു ഖബർ ജീവിതം സലാമത്താക്കി കൊടുക്കട്ടെ.